ലാപ്ടോപ്പും സീസ് ചെയ്ത് കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. എനിക്ക് ഈ വ്യക്തിയുമായിട്ട് യാതൊരു മുൻപരിചയമോ ബന്ധമോ ഇല്ലാത്ത ഒരാളാണ്. അവർക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പ്രതീക്ഷിച്ച് എന്നെപ്പോലുള്ള നിരവധി പേരെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാകും. ഹലോ ഗൈസ്, 2019 കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് പലരും യൂട്യൂബ് ചാനൽസുമായിട്ട് മുന്നോട്ട് വരുന്നത്. അന്നൊക്കെ യൂട്യൂബ് ചാനൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലി വ്ളോഗുകൾ, പാചകം, ഇതൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് പോകെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം യൂട്യൂബിൽ വരാൻ തുടങ്ങി. മുമ്പ് സീക്രട്ട് ഏജൻറ്റിനെ പോലെയുള്ള ആളുകൾ റിയാക്ഷൻ വീഡിയോസായിട്ട് മുന്നോട്ട് വന്നപ്പോൾ പലരും അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതൊരു തൊഴിലാക്കി എടുത്തു. ആദ്യമൊക്കെ റിയാക്ഷൻ വീഡിയോയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർഡും നാണവും മാനവും അന്തസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പോകെ യൂട്യൂബ് ഏണിങ്സിന് വേണ്ടി ആരെയും എന്തും പറയാം എന്നുള്ള ഒരു തലത്തിലോട്ട് റിയാക്ഷൻ വീഡിയോയുടെ ആ ഒരു ഇത് തന്നെ വന്നു. അതായത് ഒരു ഫോൺ തുറന്നു വെച്ച് നമുക്ക് ആരെയും എന്തും പറയാം എന്നുള്ള രീതിയിലായി റിയാക്ഷൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലായി റിയാക്ഷൻ വീഡിയോയുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും എല്ലാം പോയി. അങ്ങനെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലോട്ട് ഇടിച്ചു കയറാൻ തുടങ്ങി. മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യാൻ തുടങ്ങി. സ്വന്തം സ്വാർത്ഥ ലാഭത്തിനും പൈസയ്ക്കും വേണ്ടി മനുഷ്യൻ ആരെയും എന്തും പറയുന്ന തലത്തിലോട്ട് റിയാക്ഷൻ വീഡിയോസ് എത്തി. ഇപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ കണ്ടൊരു വാർത്തയാണ്. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന ആംഗ്ലിക്കൻ സഭയിലെ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിനെ ഒരു സാങ്കല്പിക കഥ മെനഞ്ഞ്, അതായത് സ്വന്തം ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു കഥ വെച്ചിട്ട് ഒരു ബിഷപ്പിനെ അങ്ങേയറ്റം തേജോവധം ചെയ്ത സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ പോലീസ് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു ബിഷപ്പിനെ ഇത്രയും പച്ചയ്ക്ക് അവഹേളിച്ചപ്പോൾ ആദ്യം ആ ബിഷപ്പ് അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചു, നിർത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ നിർത്തിയില്ല, അത് തുടർന്ന് പോയി. അങ്ങനെ പോലീസിൽ മാനസികമായിട്ട് പുള്ളിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസുകാർ ഒരു തിരുമേനി ആയതുകൊണ്ടും പുള്ളിയുടെ മാനസികാവസ്ഥ കണക്കിലെടുത്തും ഉടനടി ആക്ഷൻ എടുത്തു, സന്ദീപിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വാർത്താ ചുരുക്കം നിങ്ങളെ കാണിച്ചിട്ട് ഈ ടോപ്പിക്കിൽ ബാക്കിയുള്ളത് ഞാൻ സംസാരിക്കും. പിന്നെ അധിക്ഷേപിച്ച യൂട്യൂബർ അറസ്റ്റിൽ. ഇടപ്പാൾ സ്വദേശിയായ യൂട്യൂബർ സന്ദീപ് ഇടപ്പാളിനെയാണ് തൃക്കുടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിക്കെതിരെ നിരന്തരമായി യൂട്യൂബിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നുവെന്ന പരാതിയിലാണ് സന്ദീപിനെ തൃക്കുടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആംഗ്ലിക്കൻ സഭയിലെ ഒരു തിരുമേനിയുടെ പരാതി പ്രകാരം തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷൻ ക്രൈം 944/26 അദ്ദേഹത്തിനെതിരെ യൂട്യൂബിലും മറ്റും വ്യാപകമായിട്ട് ആക്ഷേപ സ്വരങ്ങൾ ഉയർത്തിയതിന്, വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ നടത്തിയതിന് പോലീസ് കേസെടുത്തിരുന്നു. ആ കേസിൻ്റെ അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തിയിട്ടുള്ളതും ആ പ്രതിയെ സന്ദീപ് എടപ്പാൾ സ്വദേശിയാണ്. അയാളെ എടപ്പാളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ കേസിൽ ഉൾപ്പെട്ട 2 മൊബൈൽ ഫോണും ലാപ്ടോപ്പും സീസ് ചെയ്ത് കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഈ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിൽ അതിനൊക്കെ നമുക്ക് പൗരാവകാശ പ്രകാരം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് മറ്റു വ്യക്തികളുടെ അവരുടെ സ്വകാര്യ ജീവിതത്തെയും അവരെ വ്യക്തിഹത്യ നടത്തുന്ന തലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് കേസെടുക്കും. അത്തരത്തിൽ കേസെടുത്ത് ഇപ്പോൾ നിയമ നടപടി എടുത്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന പക്ഷം തുടർന്നും അതിശക്തമായ നടപടി ഉണ്ടാവും. ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്ന പക്ഷം കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർത്ത് കർശനമായ നിയമ നടപടിയായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നതാണ്. അയാളുടെ വീട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. നിരന്തരമായിട്ട് ഈ പിതാവിനെതിരെ ഇടുകയായിരുന്നു. ഒരു 2-3 വീഡിയോ വിഷ്വൽസ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസ് കൺവിക്ഷനിലേക്ക് എത്തിക്കാനുള്ള കൃത്യമായ അന്വേഷണം ഇതിനകത്ത് നടത്തുന്നതാണ്. ഇത് ഒരു തരത്തിലും നമുക്ക് പോലീസിനായാലും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കായാലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വൽസാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ ഇടുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വിവിധ പോലീസ് സ്റ്റേഷനിൽ ഇതിനൊക്കെയുള്ള കേസെടുക്കുന്നുണ്ട്. ഇങ്ങനെ യൂട്യൂബർമാർ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഇടുന്നത് ശക്തമായ നിയമ നടപടികളിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമം പോലീസ് ചെയ്തു വരുന്നുണ്ട്. ഉണ്ടാവും, നിയമ നടപടി, കൃത്യമായ നിയമ നടപടി എടുക്കുന്നുണ്ട്. ഇനി ആവർത്തിച്ചാൽ ഇതിലും കഠിനമായ രീതിയിലുള്ള നോൺ വയലബിൾ സെക്ഷൻസ് തന്നെ ഇട്ടിട്ട് നമ്മൾ റിമാൻഡിലോട്ട് കടക്കുന്ന രീതിയിലുള്ള നടപടിയെടുക്കും. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യൂട്യൂബർ എൻ്റെ മിഷണറി ജീവിതത്തെ, എൻ്റെ വൈദിക വൃത്തിയെ, എൻ്റെ കുടുംബത്തെ, സഭാപ്രവർത്തനങ്ങളെല്ലാം തകർത്ത് താറുമാറാക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നിരന്തരം വന്നപ്പോൾ സഭാജനങ്ങൾ എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരികയും ഞാൻ അതിൽ കയറുമ്പോൾ വളരെ വേദനാജനകമായ ദുഷ്പ്രചരണങ്ങൾ എനിക്കെതിരെ നിരന്തരം, അതും ഏറ്റവും മോശമായ രീതിയിൽ മനസ്സിനെ വേദനിപ്പിക്കത്തക്ക രീതിയിൽ കുടുംബാംഗങ്ങൾക്കും എനിക്കും താങ്ങാവുന്നതിനപ്പുറമായിട്ടുള്ള വേദനാജനകമായ വീഡിയോ ഇട്ടത് ഞാൻ തൃക്കുടിത്താനം പോലീസിൽ ഈ സന്ദീപ് എടപ്പാളിനെതിരെ പരാതിയുമായി ചെന്നത്. ആ പരാതി അവർ പരിശോധിച്ച ശേഷം ചങ്ങനാശ്ശേരി DYSP ബഹുമാനപ്പെട്ട ആഷാദ് സാറ്, തൃക്കുടിത്താനം SHO അനീഷ് സാറ്, അങ്ങനെയുള്ളവരെല്ലാം അത്
അന്വേഷിച്ചു. അങ്ങനെ ഈ പ്രതിയെ സന്ദീപ് ഇടപ്പാളിനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇടപ്പാളിൽ പോയി അറസ്റ്റ് ചെയ്തു. ഇവിടെ ഈ കേസെടുത്ത പോലീസ് മേധാവി സാറ് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട്, വ്യക്തി ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി അവരെ വ്യക്തിഹത്യ ചെയ്യുന്നവരെ കർശനമായി നേരിടുമെന്നാണ് പറയുന്നത്. ഇവിടെ സന്ദീപ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഷെഫീന ബീവി എന്ന് പറയുന്ന തെറി മാത്രം പറയുന്ന, മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ, റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഫീൽഡിനെ ഇത്രയും വൾഗറാക്കിയ ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കയറി കാറിൽ കൂടെ കയറിയിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇത് ചെയ്തു കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്ത് അകത്തിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവരിത് ചെയ്യുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ സാറ് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ഇങ്ങനൊരു തീരുമാനം നേരത്തെ എടുക്കാത്തത്? ഈ ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർ കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ മുതിർന്ന സ്ത്രീകളെ സ്ത്രീ സംരക്ഷകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വ്യക്തിഹത്യ ചെയ്തത് ഒരു പോലീസുകാരും കണ്ടില്ലേ? നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാനുള്ള എത്രയോ കാര്യങ്ങൾ ആ സ്ത്രീ പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എത്രയോ കൊച്ചു കുട്ടികളെ വെർബലി റേപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ വായ കൊണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടില്ലേ സാർ? എന്തുകൊണ്ട് ആ സ്ത്രീക്കെതിരെ ഇത്രയും നാളായിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുത്തില്ല? ഞാനൊരു അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ചോദ്യമാണ്. മഞ്ജു പിള്ളയുടെ മകളെ ആ സ്ത്രീ പറഞ്ഞ ആക്ഷേപത്തിന് നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാമായിരുന്നു. അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? മഞ്ജു പിള്ളയുടെ മകൾ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ധരിക്കണമെന്ന് മഞ്ജു പിള്ളയോട് പറയാനും ആജ്ഞാപിക്കാനും അവരുടെ സ്വകാര്യ ജീവിതത്തിലോട്ട് കയറി സംസാരിക്കാനും ഈ സ്ത്രീ ആരാണ്? അതിന് ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇത്തരത്തിൽ മഞ്ജു പിള്ളയുടെ മകൾ ദയാസുജിത്ത് മാത്രമല്ല, ഈ സ്ത്രീയുടെ വാക്കുകൾക്ക് ഇരയായ ഒരു ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒത്തിരി സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സാർ ഇവിടെ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. ആരുടെയും വ്യക്തി ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി നമുക്ക് ആരെയും എന്തും പറയാൻ ഒരു സ്വാതന്ത്ര്യമില്ല. എല്ലാവർക്കും അവനവൻ്റെ ജീവിതം അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള റൈറ്റ്സ് കൊടുക്കുന്ന റിപ്പബ്ലിക് ഇന്ത്യയിൽ ഈ ഒരു സ്ത്രീ വന്നിരുന്ന് മറ്റുള്ളവരെ ആക്ഷേപിച്ചതുപോലെ ലോകത്ത് ഒരു മനുഷ്യരും ആക്ഷേപിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ തിരുമേനിയുടെ പരാതിയിന്മേൽ നിങ്ങൾ നടപടിയെടുത്തു, വളരെ നല്ല കാര്യം. ഇതൊരു മുന്നറിയിപ്പാണ്. ആർക്കും ആരെയും എന്തും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളിച്ചു പറയാം എന്ന തെറ്റായ ധാരണ നിങ്ങൾ തിരുത്തി കൊടുത്തു, വളരെ നല്ല കാര്യം. തിരുമേനിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസുകാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ? എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു തേങ്ങലാണിത്. ഞാൻ ചോദിക്കുന്നു, രേണു സുധി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ സൊസൈറ്റിക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഏറ്റവും കൂടുതൽ ഈ സമീപകാലത്ത് ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇരുകാലി മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ വലിച്ചു കീറി ഉടുത്തത് രേണു സുധി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. കൊല്ലം സുധി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഭാര്യയായതുകൊണ്ട് മാത്രം അവരൊന്ന് മോഡേൺ രംഗത്ത് വന്നപ്പോൾ, അവരൊന്ന് മോഡലായിട്ട് വസ്ത്രം ധരിച്ചപ്പോൾ, അവർ കൊല്ലം സുധി മരിച്ച സമയത്ത് അബോർഷൻ ചെയ്തു എന്നുള്ള രീതിയിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ കയറി സംസാരിച്ചു. അവരെ പല മോശം പറഞ്ഞു. അവരുടെ ക്യാൻസർ അവസ്ഥ കള്ളമാണെന്ന് പറഞ്ഞു. അവരുടെ മരുന്നിൻ്റെ ബില്ലുകൾ എടുത്തിട്ട് ആക്ഷേപിച്ചു. അവരുടെ തലയിലെ മുടി മൊട്ടയടിച്ചത്, അവർ തലയിലെ മുടി പിച്ചിങ്ങനെ വീഡിയോയിൽ കാണിച്ചതിനെ ആക്ഷേപിച്ചു. അവരെ എന്തെല്ലാം തരത്തിൽ ആർക്കെല്ലാം ചേർത്ത് പറഞ്ഞു, ആരെയെല്ലാം കൂട്ടി പറഞ്ഞു, എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞു. ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നില്ല സൊസൈറ്റിയിൽ തന്നെ നമ്മുടെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഫീൽഡിൽ ഇത്രയും തെറിയും അപവാദവും കേട്ട ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരായതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ഇന്നും പിടിച്ചു നിന്നു. ലോകത്ത് ഒരു സ്ത്രീകൾക്കും താങ്ങാൻ പറ്റാത്ത അത്ര അപവാദമാണ് അവരെ പറഞ്ഞത്. രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്നു, രണ്ടാമത് കല്യാണം കഴിച്ചു. അവർ വിദേശ രാജ്യങ്ങളിൽ ഉദ്ഘാടനത്തിന് പോകുന്നത് അവർ ഉപയോഗിക്കുന്ന പാൻറ്റീസിനകത്ത് പാഡ് വെച്ചിട്ട് അതിൽ സ്വർണം കടത്തുന്നു. അവരെ കസ്റ്റംസുകാർ പൊക്കി. അവർ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു. ക്ലബിലും പബ്ബിലും ബാറിലും ഒക്കെ ഡാൻസ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയാണോ രേണു സുധി? എത്രയോ പേര് പബ്ബ് ഡാൻസ് ചെയ്ത് അത് ഉപജീവന മാർഗമായിട്ട് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. അവർക്കൊന്നും ഇല്ലാത്ത എന്ത് കാര്യമാണ് രേണു സുധിയെ പറയാനുണ്ടായിരുന്നത്? അവർ പബ്ബിൽ ഡാൻസ് ചെയ്യുന്നു, അവർ ബാറിൽ ഡാൻസ് ചെയ്യുന്നു, അവർ വേറെ എന്തിനോ ആണ് ദുബായിൽ പോയത്. എന്തെല്ലാം അവരുടെ പുറകെ ഒളിക്യാമറ കൊണ്ട് നടക്കുമ്പോൾ എന്തെല്ലാം ആക്ഷേപം. അതിനെല്ലാം ചുക്കാൻ പിടിച്ച ഈ ഷഫീന എന്ന് പറയുന്ന സ്ത്രീയെ എന്തുകൊണ്ട് നിയമം ഒന്നും ചെയ്യുന്നില്ല? ഇപ്പോൾ പറഞ്ഞു ലാസ്റ്റ് മഞ്ജു പിള്ളയുടെ മകൾ ദയാസുജിത്തിൻ്റെ നെഞ്ചത്തോട്ട് കയറി താണ്ഡവ നൃത്തമാടി ഈ സ്ത്രീ. എത്രയോ കൊച്ചു കുട്ടികൾ ജെൻസി പിള്ളേരെടുത്തിട്ട് വീഡിയോ ചെയ്തു. നിങ്ങൾ എന്തുകൊണ്ട് സാർ ഇങ്ങനൊരു നിയമം അവരുടെ പേരിൽ എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുത്തില്ല? എത്രയോ ആളുകൾ വന്ന് പറഞ്ഞു ഇവർ പൈസ തട്ടിപ്പുകാരിയാണ്, പൈസ തട്ടിച്ചു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മേടിച്ചിട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങളെ ചീത്ത വിളിച്ചു. ആത്മാഭിമാനം, നാണം, മാനം ഭയന്ന് എത്രയോ സ്ത്രീകൾ ഒളിച്ചിരുന്നു, ഒന്നും പറയാതെ.
അപ്പോൾ ഈ സ്ത്രീക്ക് എന്തുകൊണ്ട് നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? ഇവർ പറയുന്നു അവർക്ക് ഡിസേബിലിറ്റി കാർഡ് ഉണ്ടെന്ന് പറയുന്നു. ഡിസേബിലിറ്റി കാർഡ്, അവർക്ക് അംഗവൈകല്യം ഉണ്ടെന്ന് പറയുന്ന അത്തരത്തിലൊരു കാർഡ് അവരുടെ കയ്യിലില്ല. 100% അടിവരയിട്ട് എനിക്ക് പറയാൻ പറ്റും. അത് പറഞ്ഞ് അവർ ആളുകളെ പറ്റിക്കുന്നു. പിന്നെ അവർ പറയുന്നു അവർ അടൂര് കോടതിയിൽ നിന്നും അവർക്ക് ഓൺലൈൻ ജേർണലിസ്റ്റ് പദവി കൊടുത്തു, അതുകൊണ്ട് അവർക്ക് ആരെ എന്തും പറയാമെന്ന്. എന്തുകൊണ്ടാണ് പോലീസ് മേധാവികളുടെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ എത്താത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വ്യക്തിഹത്യ നടക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? ആരെങ്കിലും ഒരാൾ സൂയിസൈഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആക്ഷൻ എടുക്കൂ എന്നാണോ? ഇപ്പോൾ ഈ സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന ആ ഒരാളോട് സത്യത്തിൽ എനിക്ക് സഹതാപമാണ്. കാര്യം പുള്ളിക്കാരൻ ഈ സ്ത്രീയുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സ്ത്രീയുടെ മാനിപ്പുലേഷനിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഏതോ ലോകത്ത് ചെന്നപ്പെട്ടൊരവസ്ഥയാണ്. അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് ഇതൊരു ആൾജാമ്യ കേസാണ്. ഒരാൾ ആധാർ കാർഡ് വെച്ചാൽ അയാളെ ഇറക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു കേസാണ് ഇത്. ഇനിയും ചെയ്താൽ മാത്രമേ റിമാൻഡ് ചെയ്യുന്ന തലത്തിലോട്ട് പോകുമെന്നാണ് സാറ് പറഞ്ഞത്. ഇനി ആവർത്തിച്ചാൽ എന്നിട്ടും വീണ്ടും അവരുടെ കാറിൽ കയറിയിരുന്ന് വർദ്ധിത വീര്യത്തോടു കൂടി അയാൾ സംസാരിക്കും ുണ്ടെങ്കിൽ ഈ സ്ത്രീ രക്ഷപ്പെടുത്തി എന്നുള്ള ഭാവത്തിലാണ്. ശരിക്കും ആ സ്ത്രീയുടെ ജാമ്യത്തിലായിരിക്കില്ല. കാരണം അനവധി കേസുകൾ കിടക്കുന്ന ഈ സ്ത്രീയുടെ ജാമ്യത്തിൽ എങ്ങനെയാണ് സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന യൂട്യൂബറെ പുറത്തിറക്കാൻ പറ്റുക? അപ്പോൾ ബിഷപ്പിന്റെ പേരിൽ നടപടി സ്വീകരിച്ച പോലീസുകാർക്ക് രേണു സുധി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ട് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല? ഇത്രമേൽ അപരാധം കേൾക്കാൻ, ഇത്രമേൽ ആൾക്കാരുടെ വായിലിരിക്കുന്ന ഈ ഇത്രയും ചീത്ത കേൾക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ രേണു സുധിയുടെ പേരിൽ ഓരോ വീഡിയോയും കൊണ്ടിടുന്നതും വോയിസ് റെക്കോർഡുകൾ കൊണ്ടിടുന്നതും ആൾക്കാരെ കോള് വിളിച്ച് സംസാരിപ്പിക്കുന്നതും രേണു സുധി എന്നും പറഞ്ഞ് വടവിധവ, നിക്കർ വിധവ ഇങ്ങനെയൊക്കെ വിളിക്കാൻ ഇവർക്ക് ആരാണ് റൈറ്റ്സ് കൊടുത്തത്? ഇത്രയും വൾഗറായിട്ട് വടവിധവയെന്നും നിക്കർ വിധവയെന്നും പല തരത്തിൽ രേണു സുധി ആക്ഷേപിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു നിൽക്കുന്ന പല പുങ്കവന്മാരും ഈ സ്ത്രീ കൊണ്ടിടുന്ന വോയിസ് നോട്ടുകളും ഈ സ്ത്രീ കൊണ്ടിടുന്ന പല വീഡിയോസിൻ്റെ ഇതും കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്ന് രേണു സുധി ആക്ഷേപിക്കാൻ, രേണു സുധി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പച്ചമാംസം പിച്ചി ചിന്തി തിന്നാൻ പോട്ടെ, ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം അവർക്ക് ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ട് പോലും വിടാതെ അവരുടെ അസുഖം വ്യാജമാണെന്നും അവരുടെ മരുന്നിൻ്റെ ബില്ല് വ്യാജമാണെന്നും ആ കിടക്കുന്ന സ്ത്രീ ഇവർ മരിക്കുന്നില്ലേ എന്ന് പോലും ചോദിച്ച മനസാക്ഷി ഇല്ലാത്ത ആളുകൾ ഈ സൊസൈറ്റിയിലുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ സ്ത്രീ മറ്റുള്ളവർക്ക് ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കേരള പോലീസിനോട് പറയാനുള്ളത്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുവെങ്കിൽ ഇതുപോലെയുള്ള എല്ലാവരുടെ പേരിലും ആക്ഷൻ എടുക്കണം. റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ആരുടെ നെഞ്ചത്തും കയറി എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു കാര്യമല്ല റിയാക്ഷൻ വീഡിയോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടായിരിക്കണം, മാന്യമായിട്ടായിരിക്കണം, ആരെയും വ്യക്തിഹത്യ ചെയ്യാതെ ആയിരിക്കണം. അല്ലാതെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് വേറൊരാളുടെ വ്യക്തി ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി മറ്റൊരാളെ പച്ചയ്ക്ക് ആക്ഷേപിക്കാൻ ഒന്നുമില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി ആ എടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എടുക്കുന്ന വിഷയം നിങ്ങൾക്ക് സംസാരിക്കാൻ യോഗ്യമാണെങ്കിൽ നിങ്ങൾക്കതിൽ വൾഗാരിറ്റി ചേർക്കാതെ, വെള്ളം ചേർക്കാതെ, മസാല ചേർക്കാതെ മാന്യമായിട്ട് അതിലെ പോയിന്റ്സ് എടുത്ത് വെച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം റിയാക്ഷൻ വീഡിയോ ചെയ്യുക. മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യാൻ നിങ്ങൾ വീഡിയോ ചെയ്യരുത് എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിൽ വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വാ കൊണ്ടുള്ള അബ്യൂസുകൾക്ക് ഒരുപാട് പേരുടെ ജീവൻ ഇവിടെ പൊലിയും. കാരണം ഈ സ്ത്രീ ഇതുവരെയായിട്ടും നിർത്താനൊരു ഭാവമില്ല. മഞ്ജു പിള്ളയുടെ മകളെ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒരു പോലീസും നിയമവും മൂക്കിൽ കയറ്റില്ല എന്നുള്ള ഈ സ്ത്രീയുടെ ഒരു ധാർഷ്ട്യം, സ്ത്രീയാണെന്നുള്ള പരിഗണന എനിക്ക് തരും, അംഗവൈകല്യം ഉണ്ടെന്നുള്ള പരിഗണന എനിക്ക് കിട്ടും എന്നുള്ള ഈ സ്ത്രീയുടെ ഒരു അഹങ്കാരം. ഒരാൾ തെറ്റ് ചെയ്താൽ അതാണായാലും പെണ്ണായാലും ഈക്വലായിട്ട് നിയമം നോക്കണം സാർ. സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള സമൂഹത്തിലെ പുഴുക്കുത്തുകൾ, സമൂഹത്തിലെ നികൃഷ്ട ജീവികൾക്ക് അതൊരു വളമാവുകയാണ്. ഒരു ദാക്ഷിണ്യവും നമ്മുടെ നാട്ടിലെ വനിതാ പോലീസുകാരില്ലേ അറസ്റ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും കയ്യാമം വെച്ച് കൊണ്ടുപോകാനും, അത് സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനെ തെറ്റായിട്ട് അംഗീകരിച്ചിട്ട് അവരുടെ മേലിൽ ആക്ഷൻ എടുക്കുക തന്നെ വേണം. ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഒരാളെ ആത്മഹത്യയിലോട്ട് തള്ളിവിടുന്ന തരത്തിലാകരുത്. ഒരു കൊച്ചു കുട്ടികളെയും അബ്യൂസ് ചെയ്തുകൊണ്ടാകരുത്. എത്ര പെൺകുട്ടികളെയാണ് ഈ സ്ത്രീകൾ രണ്ടാനച്ഛന്മാരെ ചേർത്ത് എത്ര കുട്ടികളെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നജ്ല ഷാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മകളെ ആ പെൺകുട്ടി പ്രസവിച്ച അമ്മയുടെ അനുവാദമില്ലാതെ ഇവരുടെ കാറിൽ കയറ്റിയിരുത്തി അമ്മയ്ക്കെതിരെ സംസാരിപ്പിച്ചു ഇവർ. ഇതിനൊക്കെ ഇവർക്ക് ആരാണ് റൈറ്റ്സ് കൊടുത്തത്? ഇതൊക്കെ നമ്മളെ നിയമം ചോദ്യം ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നാളെയും ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ വന്നിരുന്നു കൊണ്ട് ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിൽ ഇവർ ഇനിയും പച്ചവൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. രേണു സുധിയെ പോലെ എല്ലാവരും സഹിച്ചു എന്ന് വരില്ല. എത്രയോ പേർ സൈലന്റ് ആയിട്ട് ഇപ്പോൾ ഡിപ്രഷനിലും അങ്ങനെയുള്ള അവസ്ഥയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈ സ്ത്രീയുടെ വെർബൽ അബ്യൂസ് കാരണം
ഈ മഞ്ജു പിള്ളയുടെ മകളുടെ കേസിൽ തന്നെ ഒരു പെൺകുട്ടി ഇവരെ കോള് വിളിച്ച് സംസാരിക്കുമ്പോൾ, മകളെ നീ നിന്റെ വജൈനൽ ഭാഗം നീ ഓപ്പൺ ചെയ്ത് ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ് ആ രീതിയിൽ സംസാരിച്ച ഈ സ്ത്രീ, ഓപ്പോസിറ്റിൽ നിന്ന് ഇവരെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ച ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതൊന്നും എന്തുകൊണ്ട് സാർ നിയമത്തിൻ്റെ കണ്ണിൽ പെടുന്നില്ല? ഇത്രയും അശ്ലീലം ഇവർ പറഞ്ഞിട്ട് എന്തുകൊണ്ട് സാർ നിങ്ങൾ ഇതിന് ആക്ഷൻ എടുക്കുന്നില്ല? സ്ത്രീയാണെന്നുള്ള പരിഗണനയാണോ? ഇവരാണോ സ്ത്രീ? 2 ആൺമക്കളെയാണ് ഞാൻ പ്രസവിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പെൺകുട്ടികളുടെ മൊത്തം നെഞ്ചത്തോട്ട് ചവിട്ടി കയറുന്ന ഇവരാണോ സ്ത്രീ? ഇവരാണോ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഇതാണോ സ്ത്രീ സംരക്ഷണം? സ്ത്രീകളെ വെർബൽ അബ്യൂസ് ചെയ്യുന്നതാണോ സ്ത്രീ സംരക്ഷണം? ആണോ? വെർബൽ റേപ്പ് ചെയ്യുന്നതാണോ സ്ത്രീ സംരക്ഷണം? അപ്പോൾ ഈ ഒരു നിയമം ഇപ്പോൾ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഒന്നും പറയാൻ പാടില്ല എന്നുള്ള നിയമം അതങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഇനി ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ളൊരു ധാർഷ്ട്യം നിങ്ങൾ കൊടുക്കരുത്. ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകളും രേണു സുധിയെ വലിച്ച് കീറാൻ, രേണു സുധിയെ വലിച്ച് എട്ടാക്കി മടക്കി വലിച്ച് കീറി വെക്കാൻ കാണിച്ച ആർജവം ഒന്നും ഈ ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർ മഞ്ജു പിള്ളയുടെ മകളെ പറഞ്ഞപ്പോൾ കാണിച്ചിട്ടില്ല. അപ്പോഴും അവർ പറയാൻ ഉദ്ദേശിച്ചത് മറ്റെന്തോ ആയിരുന്നു, അവരുടെ വായിൽ നിന്ന് വന്നത് തെറിയായിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് സംസാരിച്ച യൂട്യൂബേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ മഞ്ജു പിള്ളയുടെ മകളെ അവർ പറയാൻ ഉദ്ദേശിച്ചത് വേറെന്തോ ആയിരുന്നെന്ന് പറയുന്ന യൂട്യൂബേഴ്സിനോട് ഞാനൊന്ന് പറയട്ടെ, ഇവർ ഇത്രയും വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടല്ല. മറ്റുള്ളവരുടെ ജാതകം അടക്കം പൊക്കിയെടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിലിട്ട് ഹരിച്ചും ഗുണിച്ചും കുറിച്ചും പറയുന്ന കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ജുവൽ ഇൻസ്റ്റ പേജിൻ്റെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇവർക്ക് ഇത്ര രൂപയുടെ വിറ്റുവരവുണ്ട്, ഇവർ ഇത്ര രൂപ വിറ്റുവരവ്, അവരുടെ ടേൺ ഓവർ, അവർ എത്ര ടാക്സ് അടയ്ക്കണം. പിന്നെ അവരുടെ പഴയകാല വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധു അമ്മ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണകുമാർ അങ്ങനെ പറഞ്ഞു, കൃഷ്ണകുമാർ അപ്പം പറയുന്നതല്ല ഇപ്പം പറയുന്നത് എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞ് പല തരത്തിൽ അവരെയൊക്കെ വെച്ച് വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സ്, പ്രമുഖ സോ കോൾഡ് യൂട്യൂബേഴ്സ് എന്തുകൊണ്ട് ഇവർ പണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ കൊല്ലുമെന്ന് പറഞ്ഞ ഓഡിയോ ഇപ്പോൾ എടുത്ത് പ്ലേ ചെയ്തില്ല? ഇവർ ഈ തരത്തിൽ സംസാരിക്കുന്നത് ആദ്യമല്ല. ഇതിനു മുമ്പ് ഇവർ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ വാരി കീറി തേച്ചതിൻ്റെ ഓഡിയോ എടുത്തുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്ലേ ചെയ്തില്ല? ഇവർ ഈ തരത്തിൽ സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പേ ഇവർ പറഞ്ഞ പച്ച പല വൃത്തികേടുകൾ പല ചാനലിലായിട്ട് തത്തിക്കളിക്കുന്നു. അതൊന്നും ഇവിടെ കൊണ്ടിട്ട് എഡിറ്റ് ചെയ്ത് കാണിക്കാൻ എന്തേ ഒരുത്തനും ധൈര്യമില്ലാതായിപ്പോയി? പേടിയാണോ? ഈ സ്ത്രീ ആരെയും എന്തും പറയുമല്ലേ? ഇങ്ങനെ പേടിച്ച് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ആരെയും എന്തും വിളിച്ച് പറയാം എന്നുള്ള ധൈര്യം വരുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ നാക്കടയ്ക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം നാക്കെടുത്താൽ നുണയും കള്ളത്തരവും മാനിപ്പുലേഷനും മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും പറയില്ല. വളച്ചൊടിക്കൽ വിദഗ്ധ എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ച മലയാളത്തിൽ വിളിക്കാം. അപ്പോൾ എന്തായാലും ഈ സന്ദീപിനെ അറസ്റ്റ് ചെയ്തത് ആരെയും എന്തും വിളിച്ചു പറയാം എന്നുള്ള ആളുകളുടെ ധാരണയെ തിരുത്തിക്കൊണ്ടുള്ള ഒരു തുടക്കമാവട്ടെ. കേരള പോലീസിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ. ഒരു ബിഷപ്പ് രേണു സുധിക്ക് എഗെയിൻസ്റ്റ് പറഞ്ഞ സമയത്ത് ആ ബിഷപ്പിനെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്ന പല ആളുകളും ബിഷപ്പ് പോയിട്ട് രേണുവിനെ ഒന്ന് അനുഗ്രഹിച്ചതാണ് ഇപ്പോൾ പലരുടെയും പ്രശ്നമായതും ബിഷപ്പിനെ ഇങ്ങനെ ത്രട്ടൻ ചെയ്തതും പുള്ളിക്കാരനെ ഇത്രയും ആക്ഷേപിച്ചതും. അപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ഒരാളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ കുറേ യൂട്യൂബേഴ്സ് ഇവിടെ കച്ച കെട്ടിയിരിപ്പുണ്ട്. അവരെ അതിനെ അനുവദിക്കരുത്. നമ്മുടെ നിയമവും കോടതിയും പോലീസും ഒന്നും ഇനിയും രേണു സുധി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ വെർബലി റേപ്പ് ചെയ്യാൻ നിങ്ങൾ മനസാക്ഷി ഉണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ ക്യാൻസർ പിടിച്ചെടുക്കുന്ന ഈ ഒരു കോലത്തിനെങ്കിലും നിങ്ങൾ നീതി മേടിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കപ്പോൾ ഇത്രയും ഇവിടെ പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് സന്തോഷവും അതിനപ്പുറം സങ്കടവും തോന്നി. ബിഷപ്പിൻ്റെ കാര്യത്തിൽ സന്ദീപിനെ അറസ്റ്റ് ചെയ്തപ്പോഴും രേണു സുധിയുടെ കാര്യത്തിൽ ഒരു നീതിയും ആ സ്ത്രീക്ക് കിട്ടിയിട്ടില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. അത്രമേൽ ആക്ഷേപിച്ച, ഇത്രമേൽ ഗർഭചിത്രം നടത്തിയെന്ന് പറഞ്ഞ് പോലും ആക്ഷേപിച്ച ഒരു ആക്ഷേപം, അതൊരിക്കലും ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങൾ. എന്നിട്ട് അവരെ കുത്തി ചോദിക്കുന്നു, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് രേണു പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പ്രതികരിച്ചാൽ അതും കണ്ടന്റ്. അപ്പോൾ ഇനി ആർക്കും ആരെയും എന്തും പറയാം എന്നുള്ള ഒരിത് അങ്ങ് മാറ്റിക്കൊടുത്ത കേരള പോലീസിന് ഒന്നും കൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇനി ഒരു സ്ത്രീകളെയും സ്ത്രീ സംരക്ഷക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ആക്ഷേപിക്കാൻ നിങ്ങൾ ഇട കൊടുക്കരുത്. അവരുടെ പേരിലും എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ ഉണ്ടാക്കണം. മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരാളും യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിരിക്കേണ്ട. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം.